ഹിപ്നോസിസ് എന്ന് വെച്ചാൽ നമ്മുടെ ഉപബോധ മനസ്സിനെ ആക്സസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ബയോളജിക്കലി നടക്കുന്ന ഹിപ്നോസിസ് അല്ലാതെ നമ്മൾ ആർട്ടിഫിഷ്യലി ഹിപ്നോട്ടിക് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകും. ഇതിനെയാണ് ഹിപ്നോട്ടിസം എന്ന് പറയുന്നത്. ഹിപ്നോട്ടിസം തട്ടിപ്പാണെന്ന് പറയാനുള്ളതിൻ്റെ കാരണം റിലീജിയൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉള്ളതുകൊണ്ടാണ്. ഹിപ്നോസിസിന് സൈഡ് എഫക്റ്റ് ഇല്ല എന്നതാണ് സത്യം. തീർച്ചയായിട്ടും കാണാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഈ മരിച്ചവരെ കാണിക്കുന്ന പരിപാടി ഞാൻ ചെയ്യാറില്ലെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ്. എന്ന് വെച്ചാൽ കിടന്നുറങ്ങുന്ന സമയത്ത് ഇതേ സെയിം ഹാലൂസിനേഷൻ ട്രിഗർ വരാം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പിസ്റ്റ് ജിനു ജെയിംസ് ആണ്. നമസ്കാരം. നമസ്കാരം. ഒരുപാട് സംശയങ്ങളുള്ള ഒരു ഏരിയ ആണ് ഈ ഹിപ്നോട്ടിസം എന്നൊക്കെ പറയുന്നത്. അപ്പം എന്താണ് ശരിക്കും പറഞ്ഞാൽ ഹിപ്നോട്ടിസം എന്ന് പറയുന്നത്? ചുരുക്കി പറയുകയാണെങ്കിൽ സാധാരണക്കാർക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ഹിപ്നോസിസ് എന്ന് വെച്ചാൽ നമ്മുടെ ഉപബോധ മനസ്സിനെ ആക്സസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. നമുക്ക് രണ്ട് തരം മനസ്സാണുള്ളത്. ഒന്ന് ബോധ മനസ്സ്, ഉപബോധ മനസ്സ്. നമുക്കറിയാം അതിൽ ബോധ മനസ്സ് വെറും 5%, ഉപബോധ മനസ്സ് 95% ഉണ്ട്. പക്ഷേ ഈ ഉപബോധ മനസ്സിനെ വർക്ക് ചെയ്തെടുക്കാൻ നമുക്ക് ഭയങ്കര പ്രയാസമല്ലേ? അതെ, അതാണ് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഉപബോധ മനസ്സ് വേറൊരു മനസ്സാണ് എന്നുള്ള തെറ്റിദ്ധാരണയാണ്. അപ്പോൾ ഉപബോധ മനസ്സ് നമുക്കെല്ലാം ഉണ്ട്. നമ്മളെല്ലാ ദിവസവും ശരിക്കും ഹിപ്നോട്ടിക് സ്റ്റേറ്റിലൂടെ കടന്നു പോകുന്നുണ്ട്. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഹിപ്നോട്ടിക് സ്റ്റേറ്റിലാണ്, വണ്ടി ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ ഈവൻ ഫോൺ നോക്കുമ്പോൾ, ഒരു ബുക്ക് വായിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിൽ പ്രത്യേകമായി ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഉപബോധ മനസ്സിൽ ആക്സസ് ആയി. അത് ഹിപ്നോട്ടിക് സ്റ്റേറ്റ് എന്ന് പറയും. അത് സ്വാഭാവികമായിട്ട് നടക്കുന്ന ഹിപ്നോസിസ് ആണ്. പിന്നെ നമ്മൾ ഒരു തെറാപ്പിക്കൊക്കെ വേണ്ടി വരുമ്പോൾ ഒരാളെ നമ്മൾ ബയോളജിക്കലി നടക്കുന്ന ഹിപ്നോസിസ് അല്ലാതെ നമ്മൾ ആർട്ടിഫിഷ്യലി ഹിപ്നോട്ടിക് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകും. ഇതിനെയാണ് ഹിപ്നോട്ടിസം എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഉപബോധ മനസ്സിനെ ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ ചെറുപ്പം മുതലുള്ള എല്ലാ പ്രശ്നങ്ങളും നമുക്കവിടെ ഉണ്ടാവും. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. ജനിച്ച കാലം തൊട്ടുള്ള ഓഫുണ്ട്. പിന്നെ ഇവൻ അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന സമയം തൊട്ടുള്ള ഇഷ്യൂസ് കയറിയിട്ടുണ്ടാവും. അതായിരിക്കും പിന്നീട് ഒരു സ്വഭാവമായിട്ട് മാറുക. അത് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി. ഈ സാധാരണ പറയുക, ഇത് ചെറുപ്പത്തിലെ ശീലം അത് മാറ്റാൻ പറ്റില്ല എന്ന് പറ്റില്ല. 3-ാമത്തെ ആഴ്ച തൊട്ട്, ഒരു ഗർഭാവസ്ഥയിലായിരിക്കുന്ന സമയത്ത് 3-ാമത്തെ ആഴ്ച തൊട്ട് ഒരു കുഞ്ഞിന് ന്യൂറൽ പ്ലേറ്റുകൾ തലച്ചോറിൽ ഡെവലപ്പായി തുടങ്ങും. ആ സമയത്ത് അമ്മയിൽ നിന്നുള്ള എന്ത് ഇൻഫർമേഷൻ ആണോ ഈ കുഞ്ഞിലേക്ക് കിട്ടുക, അത് ജീൻ എന്ന് പറയും. നമ്മുടെ ശരീരത്തിൽ ജീൻസ് ഉണ്ട്. ഓരോ സെൽസിലും ജീൻസ് ഉണ്ട്. അപ്പോൾ ജീൻ വഴി ഇതേ ഇൻഫർമേഷൻ നമ്മുടെ മനസ്സിലും ശരീരത്തിലൊക്കെ ഉണ്ടായിരിക്കും. ഇത് എക്സ്പ്രസ് ചെയ്യുന്നത് പിന്നീട് നമുക്ക് എൻവയോൺമെൻറ്റ് അനുസരിച്ച് അത് അതിൻ്റേതായ രീതിയിൽ എക്സ്പ്രസ് ചെയ്യും. ചിലപ്പോൾ നെഗറ്റീവായിട്ട് വരാം, ചിലപ്പോൾ പോസിറ്റീവായിട്ട് വരാം. അതാണ് നമ്മുടെ സ്വഭാവത്തിലേക്ക് പിന്നീട് വരിക. അതിനെ അഴിച്ച് മാറ്റണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരു 30 വയസ്സായി കഴിയുമ്പോൾ നമ്മുടെ തലച്ചോറിലുള്ള ന്യൂറോൺസ് ഉണ്ട്. ഈ ന്യൂറോൺസ് എല്ലാം കൂടെ ലോക്ക് ചെയ്യും. 30 വയസ്സായി കഴിയുമ്പോൾ ഒരു വ്യക്തിയുടെ സ്വഭാവം രൂപീകരിക്കപ്പെടും എന്നാണ് പറയുന്നത്. അതിനുശേഷം ന്യൂറൽ ആ ഒരു ചേഞ്ച് പോസിബിൾ അല്ല. പക്ഷേ ഹിപ്നോട്ടൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനത്തിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതാണ് തെറാപ്പിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾ. എത്ര നാളെടുക്കും അങ്ങനത്തെ ഒരു ചേഞ്ച് ഉണ്ടാകാൻ? ഐഡിയലി ഒരു 21 ദിവസമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു ചേഞ്ച് ഉണ്ടാകും. അത് ന്യൂറൽ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയും. അതായത് നമ്മുടെ തലച്ചോറുള്ള ന്യൂറോൺസിന് ചേഞ്ചസ് ഉണ്ടാകുന്ന ഒരു സമയമാണ് 21 ഡേയ്സ്. ചേട്ടൻ എങ്ങനെയാണ് ഇതിലൊരു ഇൻട്രസ്റ്റ് തോന്നിയത്? അല്ലെങ്കിൽ ഏത് ടൈമിലാണ് ഇങ്ങനത്തെ ഒരു ഹിപ്നോട്ടിസം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലേക്ക് കടന്നു വരുന്നത്? പണ്ട് മുതലേ എനിക്ക് സൈക്കോളജി, കൗൺസിലിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ബൈ ചാൻസ് വന്ന് ചാടിയ സമയത്ത് പിന്നെ നമ്മൾ ഈ കൗൺസിലിംഗ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അതിൻ്റെ ഇമ്പാക്റ്റ് ഇല്ല. അത് ടെമ്പററി ആയിട്ട് ഫീൽ ചെയ്യുമായിരുന്നു. ഒരു റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യാത്ത ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഒരു അപ്ഗ്രേഡ് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ഇങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഹിപ്നോസിസ് എന്ന് പറയുന്ന വാക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെയൊക്കെ സൈക്കോളജി ബുക്കുകളിലൊക്കെ ആണെങ്കിൽ ഹിപ്നോസിസ് എന്ന് പറഞ്ഞു പോകുന്നുള്ളൂ. അതിന് ഇമ്പാക്റ്റ് ഉണ്ടെന്നറിയാം, അത് റിസൾട്ട് ഓറിയൻറ്റഡ് ആണെന്നറിയാം. പക്ഷേ അതിനെപ്പറ്റി റിസർച്ചോ അതിനെപ്പറ്റി ഒരു രീതിയിലുള്ള പഠനങ്ങൾ നമ്മുടെ നാട്ടിലില്ല. നമ്മളിതിനെപ്പറ്റി പറയുന്നത് ഇപ്പോൾ ഹിപ്നോട്ടിസം എന്ന് പറയാം, തട്ടിപ്പാണെന്നൊക്കെ പറയും. അതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങൾ അത് ശരിക്കും അതിനെപ്പറ്റി അറിയില്ലാത്തവരാണല്ലോ അങ്ങനെ പറയുക. കൂടുതലും നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു ഹിപ്നോട്ടിസം തട്ടിപ്പാണെന്ന് പറയാനുള്ളതിൻ്റെ കാരണം റിലീജിയൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോഴേക്കും റിലീജിയസ് ബയാസ് ഉണ്ടാവും, ചിലത് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഡെഫിനറ്റ്ലി അത് നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റ് കൊണ്ടുവരും. അതുകൊണ്ടാണ് അക്സെപ്റ്റ് ചെയ്യാത്തത്. ഇപ്പോൾ നമ്മളൊരു മോഡേൺ സൊസൈറ്റിയിൽ യൂറോപ്യൻ കൺട്രിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വൈഡ്ലി അക്സെപ്റ്റഡ്. അവിടേക്ക് ഒരു ഹിപ്നോതെറാപ്പിസ്റ്റിൻ്റെ അടുത്തൊക്കെ ചെന്ന് കൺസൾട്ടേഷൻ എടുക്കണമെങ്കിൽ തന്നെ ഭയങ്കരമായിട്ട് സമയം എടുക്കും. അവർക്ക് എന്തെങ്കിലും മെൻ്റലി ഇഷ്യൂസ് അല്ലെങ്കിൽ ടെൻഷൻ, ആങ്സൈറ്റി തുടങ്ങിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തന്നെ അവരൊരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ടായിരിക്കും ആദ്യം അഡ്രസ്സ് ചെയ്യുക. നമുക്കിവിടെ മെൻ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞ സംഭവം ഇല്ലല്ലോ. നമുക്ക് എന്തെങ്കിലും മെൻ്റലി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ആരെയും കൺസൾട്ട് ചെയ്യില്ല, നമ്മളെ തന്നെ സോൾവ് ചെയ്യാൻ വയ്ക്കും. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാറ്റഗറിയിൽ വരുമ്പോൾ സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കും ഹിപ്നോസിസ് അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാരണം അത് ചേഞ്ച് പെട്ടെന്ന് വരും. മിക്കവർക്കും അറിയില്ല എന്നുള്ളതും പ്രധാനമായിട്ട് കാരണം. അതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഇത് അറിയത്തില്ലാതെ വരുന്നതിൻ്റെ കാരണം. ഇതെങ്ങനെയാണ് പഠിച്ചത്? ഞാൻ പഠിച്ചത് 2 സെൻറ്ററിൽ നിന്ന്. ഒന്ന് UK, അത് UK കോളേജ് ഓഫ് ഹിപ്നോസിസ് ആൻഡ് ഹിപ്നോതെറാപ്പി എന്ന് പറയും.
വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു സ്ഥാപനമാണ്. പിന്നെ അമേരിക്കൻ ഹിപ്നോട്ടിക് അസോസിയേഷൻ, രണ്ടും ഇന്ത്യക്ക് പുറത്താണ്. ഇന്ത്യക്ക് പുറത്താണ്. ഇന്ത്യയിലെ കോഴ്സുകൾ നമ്മുടെ നാട്ടിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഇങ്ങനെ ഹിപ്നോസിസിനെ പറ്റിയുള്ള തെറാപ്യൂട്ടിക്കൽ ഹിപ്നോസിസിന് വേണ്ടിയുള്ള കോഴ്സുകളില്ല. നമുക്കൊരു യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ ഒരു കോളേജോ ഇതിന് ട്രെയിനിങ് കൊടുക്കുന്നില്ല. ഇപ്പം നമ്മൾ ഇവിടെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് വേറൊരു ഫാക്ട്. പക്ഷേ എല്ലാവർക്കും അറിയണം, എല്ലാം ഹിപ്നോട്ടൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ മാറ്റാമെന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. തെറ്റിദ്ധാരണയല്ല, ഒരു ധാരണയുണ്ട്. അത് ശരിയാണ് താനും. പക്ഷേ ഇത് എവിടെ പോകണം, ആരെ കൺസൾട്ട് ചെയ്യണം എന്നുള്ളതൊന്നൊരു ക്ലാരിറ്റി ഇല്ല. എത്ര നാളുകൊണ്ടാണ് ഇത് പഠിച്ചെടുത്തത്? ഞാനിപ്പോൾ ഒരു 4 വർഷത്തോളമായി ഈ ഫീൽഡിൽ നിൽക്കാൻ തുടങ്ങി, തെറാപ്പീസ് ചെയ്യാൻ തുടങ്ങിയിട്ടൊക്കെ 4 വർഷത്തോളമായി. ഇതിന്റെ കോഴ്സൊക്കെ എത്ര ഡ്യൂറേഷൻ? കോഴ്സ് 1 ഇയർ എങ്കിലും പഠിക്കേണ്ട ഒരു മിനിമലി, പ്ലസ് അതിന്റെ പ്രാക്ടീസസ് ഉണ്ട്. ഡിപ്ലോമ 1 ഇയർ ആണ്. പിന്നെ അതിന്റെ പ്രാക്ടീസസ് വേറെയുണ്ട്. നമുക്ക് തെറാപ്പീസ് ചെയ്ത് കാണിക്കണം, അവരെ അഫിലിയേറ്റ് ചെയ്യണം. ഇതൊക്കെ കുറെ കാര്യങ്ങൾ പ്രാക്ടീസസ് വഴിയേ കിട്ടത്തുള്ളൂ എന്നുള്ളതാണ് വേറൊരു കാര്യം. ഇത് ഓരോരുത്തരിലും ഓരോ തരത്തിലായിരിക്കില്ലേ? ഓരോരുത്തരിലും അല്ല, ഓരോ ടൈപ്പ് ഓഫ് കണ്ടീഷൻസ് ഉണ്ടാവും. ഇപ്പോൾ ആങ്സൈറ്റിയുടെ പല തരത്തിലുള്ള ആങ്സൈറ്റി ഉണ്ട്. അപ്പോൾ ഓരോ ടൈപ്പ് ഓഫ് ആങ്സൈറ്റിക്കും ഓരോ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഫോബിയ മാനേജ്മെൻറ്റ്, പിന്നെ അതുപോലെ തന്നെ ടെൻഷൻ, ആങ്സൈറ്റി, ഡിപ്രഷൻ, ഇങ്ങനെയുള്ള ഓരോന്നിനും ഓരോ ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത് ഹിപ്നോസിസ് പ്ലസ് CBT എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ്. അപ്പോൾ CBT എന്ന് വെച്ചാൽ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. അപ്പോൾ ഹിപ്നോസിസ് പ്ലസ് CBTക്ക് വരുമ്പോൾ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഓരോ കണ്ടീഷൻസ് അനുസരിച്ചായിരിക്കും നമ്മൾ തെറാപ്പിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇതൊക്കെ കുറ്റവാളികളിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും, ഈ കുറ്റം കണ്ടുപിടിക്കാനൊക്കെ? അത് കോടതിയൊന്നും വാലിഡേറ്റ് ആയിട്ട് എടുക്കത്തില്ല. പക്ഷേ ചില കേസുകളിൽ ഈ ഫോറൻസിക് ഹിപ്നോസിസ് എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. അപ്പോൾ അതിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ നമ്മൾ ഇവിടെയൊക്കെ കോമൺ ആയിട്ട് അൺകോമൺ ആണ്. പക്ഷേ യൂറോപ്യൻ കൺട്രീസ്, ഈവൻ US അവർ CIA ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ലൈറ്റ് ഡിറ്റക്ഷൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ്. അതിന് മെമ്മറി റീകോൾ എന്ന് പറയും. പഴയ ഓർമ്മകൾ റീകോൾ ചെയ്യിപ്പിച്ചിട്ട് അതിനകത്ത് നിന്ന് എവിഡൻസ് എടുത്ത് അവിടെ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഇത് കണ്ടുപിടിക്കാനൊക്കെ പറ്റും. ഇത്തരത്തിലുള്ള സ്റ്റേജുകളിലേക്ക് ആളുകളെ കൊണ്ടുപോകുമ്പോൾ അതിനെന്തെങ്കിലുമൊക്കെയുള്ള ഡ്രോബാക്സ് ഉണ്ടാവില്ലേ? ഹിപ്നോസിസിന് സൈഡ് എഫക്റ്റ് ഇല്ല എന്നതാണ് സത്യം. മെഡിസിൻ ഇല്ല. ഇപ്പോൾ നമ്മൾ ഹിപ്നോട്ടിക് സ്റ്റേറ്റിൽ എല്ലാ ദിവസവും നമ്മൾ തന്നെ സ്വാഭാവികമായിട്ടും കടന്നു പോകുന്ന അവസ്ഥയാണ്. ഇത് നമ്മൾ ആർട്ടിഫിഷ്യലി നമ്മൾ ബിൽഡ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പം ആ ഹിപ്നോട്ടിക് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ ഒരു രീതിയിലുള്ള സൈഡ് എഫക്ട്സ് ഇല്ല. ചെറിയൊരു ക്ഷീണം, ഒരു ഉറക്കം പോലെ വരും, അല്ലാതെ വേറൊരു രീതിയിലുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാവില്ല. നമ്മൾ എങ്ങനെ ഇത് പ്രാക്ടീസ് ചെയ്യുക? നമുക്ക് ക്ലയൻസിനെ വെച്ചിട്ട് നമ്മൾ തെറാപ്യൂട്ടിക്കലാണ് ചെയ്യണമെങ്കിൽ കുറേ പ്രാക്ടീസസ് ചെയ്യാനുണ്ട്. തെറാപ്പി ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ, അതിന് റിഗ്രഷൻ എന്ന് പറയും. അത് ചില സ്ഥലങ്ങളിൽ അത് കോൺട്രവേഴ്സിയാണ്, റിഗ്രഷൻ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ഒരു ഇതുണ്ട്. കാരണം PTSD എന്ന് പറയുന്നൊരു കണ്ടീഷൻ ഉണ്ടാകാം, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. പക്ഷേ റിഗ്രഷൻ പോസിറ്റീവ് റിഗ്രഷനാക്കി മാറ്റി അതിനെ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രശ്നത്തിനെ അഡ്രസ്സ് ചെയ്ത് അത് ആ കാലഘട്ടത്തിൻ്റെ ഇൻഫർമേഷൻ മാറ്റി കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി വെച്ചിട്ട് അതിനെ ഹീൽ ചെയ്യാൻ പറ്റും. ഈ 21 ഡേയ്സിന്റെ ഒരു ടൈം പീരീഡ് പറയുന്നുണ്ടല്ലോ, ഈ 21 ഡേയ്സ് ഫുള്ള് നമ്മൾ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു പ്രൊസീജിയർ? അത് ഫുള്ള് ഒരാൾ അതിൽ മാത്രമായിട്ട് എൻഗേജ്ഡ് ആയിരിക്കണോ, എങ്ങനെയാണത്? ഒന്നുമില്ല. നമുക്ക് തെറാപ്പി എടുക്കുമ്പോൾ ഹിപ്നോസിസിന് 3 സിറ്റിങ്സ് ആണ് സാധാരണ. 3 അല്ലെങ്കിൽ 4, ചിലർക്ക് 5 സിറ്റിങ്സ് ഒക്കെ വരാം. അഡിക്ഷൻസ് ഒക്കെ ഉള്ളവർക്ക്, ഇപ്പോൾ ഡ്രഗ് അഡിക്ഷൻസ്, ആൽക്കഹോൾ അഡിക്ഷൻസ് ഒക്കെ ഉള്ളവർക്ക് വരുമ്പോൾ സിറ്റിങ്സ് കുറച്ച് കൂടുതൽ വേണ്ടി വരും. പിന്നെ അതുപോലെ OCD ഉള്ള കേസുകളൊക്കെ സിറ്റിങ്സ് കൂടി വരും. അപ്പോൾ ഒരു 21 ദിവസത്തിനുള്ളിൽ ഒരു 3-4 വിസിറ്റ് വേണ്ടി വരും എന്നുള്ളതാണ്. പക്ഷേ അതിനൊപ്പം തന്നെ ഇവർ പ്രാക്ടീസ് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്ത് അവരെ ഗൈഡ് ചെയ്യിപ്പിക്കും. അവർക്ക് പ്രൊഫഷണൽ ജോലിക്ക് പോകാം, അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. അവരുടെ പേഴ്സണൽ ടൈമിൽ യൂസ് ചെയ്യുന്ന കുറേ പ്രാക്ടീസസ് ഉണ്ട്. പിന്നെ ഹിപ്നോസിസ് എന്ന് വെച്ചാൽ സെൽഫായിട്ട് ഫീൽ ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. ചിലർ എന്നെ ഒന്ന് ഹിപ്നോട്ടൈസ് ചെയ്ത് കാണിക്കാവോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. കാരണം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, അവർക്ക് ആവശ്യമില്ലല്ലോ. ഞാനത് ചോദിക്കാൻ വരുമായിരുന്നു, ഹിപ്നോട്ടിസ് ചെയ്യുമോ? ഓരോരുത്തരുടെ നീഡാണ്. അപ്പോൾ അവർക്ക് പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഹിപ്നോസിസ് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാം. ചിലരൊരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത്, ഇപ്പം ഞാനൊക്കെ ചോദിച്ചത് ഞാൻ ക്യൂരിയോസിറ്റിയുടെ പുറത്താണ്. ഇപ്പം ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഹിപ്നോട്ടൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകളെയൊക്കെ കാണാൻ പറ്റും, മരിച്ചുപോയവരെ കാണാൻ പറ്റും, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അത് കാണാൻ പറ്റും ശരിക്കും? തീർച്ചയായിട്ടും കാണാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഈ മരിച്ചവരെ കാണിക്കുന്ന പരിപാടി ഞാൻ ചെയ്യാറില്ലെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ്. ഒരുപാട് ആളുകൾ ഈ മരിച്ചവരെ കാണിച്ചു കൊടുക്കുക, കണ്ണടച്ച് തുറന്നു കഴിയുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ഇമോഷണൽ ട്രോമ എടുത്ത് അവരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുള്ള ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് അറിയത്തില്ല, ഇതിന് 2 നെഗറ്റീവ് സൈഡ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇവർക്ക് ഹിപ്നഗോജിക് ഹാലൂസിനേഷൻ എന്ന് പറയും. എന്ന് വെച്ചാൽ കിടന്നുറങ്ങുന്ന സമയത്ത് ഇതേ സെയിം ഹാലൂസിനേഷൻ ട്രിഗർ വരാം. അപ്പോൾ ഇതൊരു സൈഡ് എഫക്റ്റ് ആയിട്ട്, അപ്പോൾ അത് ഹാലൂസിനേഷൻ കൊടുക്കുമ്പോഴുള്ള സൈഡ് എഫക്റ്റാണ് ഞാൻ പറഞ്ഞത്. അതങ്ങനെ കൊടുക്കാൻ പാടില്ല. നെഗറ്റീവ് ഹാലൂസിനേഷൻസും പോസിറ്റീവ് ഹാലൂസിനേഷൻസും ഉണ്ട്. ഇതിന് നെഗറ്റീവ് ഹാലൂസിനേഷൻസ് എന്ന് പറയാം. പിന്നെ ഇത് പിന്നീട് സ്കീസോഫ്രീനിയ പോലെയുള്ള കണ്ടീഷൻസ് വരെ ഉണ്ടാകും. ഹാലൂസിനേഷൻ്റെ ഏറ്റവും കൂടുതൽ ഗ്രേഡ് വരുന്നതാണ് സ്കീസോഫ്രീനിയ എന്ന് പറയുന്ന കണ്ടീഷൻ. അതായത് ഫാൾസ് ഇല്യൂഷൻ, ഇല്ലാത്ത കാര്യങ്ങൾ കാണുക, കേൾക്കുക, അതൊക്കെയാണ് ഇതിനകത്ത് വരിക. ഇത് നമുക്ക് ഫ്യൂച്ചർ കാണാൻ പറ്റുമോ? അതായത് ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ ഡ്രീം ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടാവുമല്ലോ, ഒരുപാട് പേർക്ക് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഡ്രീമിലേക്ക് നമ്മൾ എത്തിച്ചേർന്നതായിട്ട് കാണുമ്പോൾ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള സാധനമല്ലേ? എക്സാക്ട്ലി, അതൊക്കെയാണ് ഇതിൻ്റെ പോസിറ്റീവ്
ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. കാരണം ബാക്കി കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് നെഗറ്റീവ് പേടിപ്പിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ചിലർ നഗ്നരായ ആൾക്കാരെ കാണിച്ചു കൊടുക്കണം, ഇപ്പോൾ കുറേ സംഭവങ്ങളുണ്ട്. ഒരു പയ്യൻ വീഡിയോ ഇട്ടതാണ്. അതായത് കണ്ണ് തുറന്നിപ്പിക്കുക ഫ്രണ്ടിൽ നിൽക്കുന്നവരൊക്കെ നഗ്നരായിരിക്കും. എന്ത് ട്രോമ ആയിരിക്കും അറിയും. ആ വ്യക്തി ചിലപ്പോൾ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. ആ വ്യക്തി ചിലപ്പോൾ പിന്നീട് കാണുന്ന ആളുകളെല്ലാം അതേ കാഴ്ചപ്പാടോട് കാണുന്നത് തമാശയ്ക്കുന്ന. ഇത് അറിയില്ലാതെ ഹിപ്നോട്ടിസം അല്ലെങ്കിൽ ഈ തെറാപ്പി ശരിക്കും അറിയാതെ സ്റ്റേജ് ഷോ അല്ലെങ്കിൽ ഈ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നമാണിത്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. കാരണം ഒരു മനുഷ്യൻ്റെ മനസ്സിനെ വെച്ചിട്ടല്ലേ നമ്മളിത് കളിക്കുന്നത്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതൊരു പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റിൽ ഉണ്ടാക്കുക. അതെ, ഈ നെഗറ്റീവായിട്ടുള്ള സാധനം ഇതേവരെ കാണാൻ പറ്റുമെങ്കിൽ പോസിറ്റീവായിട്ടുള്ള സാധനത്തിൻ്റെ ഇമ്പാക്റ്റ് വെരി ഹൈ ആണ്. കാരണം നമ്മുടെ ഉപബോധ മനസ്സെന്ന് പറയുന്നത് നമ്മുടെ ആ സബ് കോൺഷ്യസ് സ്റ്റേറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഡീപ്പ് അബ്സോർപ്ഷനാണ്. എന്ത് കാര്യം പറഞ്ഞാലും ഡീപ്പ് അബ്സോർപ്ഷനാണ്, ഫുൾ പ്രോഗ്രാംഡ് ആയിരിക്കും. ഈ പോസിറ്റീവിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചോട്ടെ, അത് ഇപ്പം നമ്മൾ ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നതൊക്കെ ഉള്ളൊരു ഇതുണ്ടല്ലോ, ഒരു കോൺസെപ്റ്റ്. ഇപ്പൊ പേളി മാണിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മൾ എന്താണ് മാനിഫെസ്റ്റ് ചെയ്യുക അത് നമ്മൾക്ക് റിയൽ ലൈഫിൽ, എനിക്ക് എൻ്റെ ലൈഫിലും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യൻ വിചാരിക്കുമല്ലോ നെഗറ്റീവായിട്ടുള്ള കാര്യം, പക്ഷെ പോസിറ്റീവായിട്ടുള്ള കാര്യം വിചാരിക്കുകയും അത് മറന്നു പോവുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ആ എന്താണോ നമ്മൾ വിചാരിച്ചത് അത് കിട്ടുക. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്? മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് തന്നെ ഹിപ്നോസിസ് ആണ്. അത് നമ്മുടെ ഉപബോധ മനസ്സുകൊണ്ട് നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നോ അതിന് ആക്സസ് ചെയ്താൽ അതിന് ഹിപ്നോട്ടിക് സ്റ്റേറ്റ് എന്നാണ് പറയുക. പക്ഷെ നമ്മൾ അതിനിങ്ങനെ ഫോക്കസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നില്ലാത്തതുപോലെ ഫീൽ ചെയ്യും. അതിപ്പോ നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുന്നത് എനിക്കൊരു ജോലി കിട്ടുന്നത് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ആ ജോലിയെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം മറന്നു. വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും മനസ്സിലാക്കുകയാണ് ഞാൻ അന്ന് സ്വപ്നം കണ്ടത് ഇതായിരുന്നു എന്ന്. പക്ഷെ എന്റെ ഓർമ്മകളിലൊന്നും അതില്ല. അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ. പക്ഷെ നമ്മൾ ഒന്നിനെ ഫോക്കസ് ചെയ്തു. ഇപ്പൊ എനിക്കൊരു ബൈക്ക് വാങ്ങണം അല്ലെങ്കിൽ കാർ വാങ്ങണം, അതിങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന അത് കിട്ടുന്നില്ലാത്ത പോലെ ഫീൽ ചെയ്യും. അത് കിട്ടത്തില്ല. അതിന് കാരണം എന്ന് പറയുന്നത് ഇതിന്റെ ലോ ഓഫ് ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന ഒരു സംഭവം. നമ്മളൊരു ആഗ്രഹമുണ്ടെങ്കിൽ അതിനെ ശരിക്കും ആഗ്രഹിച്ച് നമ്മുടെ മനസ്സിൽ അത് സംഭവിച്ചു എന്ന് വിശ്വസിച്ചതിന് ശേഷം ലീവ് ഇറ്റ്. അത് നിങ്ങളുടെ ലൈഫിൽ കിട്ടും. ഓരോ ദിവസം കിട്ടണം എന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സംഭവം കൊണ്ട് ഡൗട്ട് ഉണ്ടാകും, ഒരു ആങ്സൈറ്റി ഉണ്ടാകും. പക്ഷേ കിട്ടിയില്ലല്ലോ, ഞാൻ ആഗ്രഹിച്ചിട്ടും കിട്ടിയില്ലല്ലോ എന്ന് വരും. പിന്നീട് അത് കിട്ടില്ല. അതാണ് അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത്ര കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇതെനിക്ക് വേണം എന്ന് ചിന്തിച്ച് മനസ്സിനെ ഉറപ്പിച്ച് പിടിക്കാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ ഇറ്റ് ഈസ് പോസിബിൾ. പക്ഷേ സാധാരണ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുമ്പോഴേക്കും നെഗറ്റീവ് സൈഡിങ് കയറി വരിക. പറ്റുന്നില്ല എന്ന് പറയും, പേടി കയറും. അത് നടക്കില്ല. അതാണ് അതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നതാണ്. മാനിഫെസ്റ്റേഷൻ ഈസ് ഓൾവേസ് ഹിപ്നോസിസ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ അത് റിലീജിയനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് ഡൗട്ട്സ് വരും. റിലീജിയനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റിലീജിയൻ ഈസ് ഓൾവേസ് ഡിപ്പെൻഡ്സ് ഓൺ പീപ്പിൾ. ഓരോ വ്യക്തികളുടെയും അനുഭവങ്ങളിലനുസരിച്ചായിരിക്കും റിലീജിയൻ. ഞാൻ സ്വാഭാവികമായിട്ട് പറയാത്തൊരു ടോപ്പിക്കാണെങ്കിൽ ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ. അപ്പോൾ അനുഭവങ്ങളുടെ ബേസിലായിരിക്കും. അപ്പോൾ അവരുടെ ബിലീഫ് സിസ്റ്റം തന്നെ നമ്മൾ ജനിച്ചു വളർന്നതും ആ ബിലീഫ് സിസ്റ്റം നമുക്ക് കിട്ടിയിരിക്കുന്നതും മാത്രമല്ലേ ഉള്ളൂ. അല്ലാതെ നമുക്ക് വേറെ എവിടെ നിന്ന് കിട്ടിയ സാധനമൊന്നും അല്ലല്ലോ. അവിടെ വരുമ്പോഴാണ് ഹിപ്നോസിസ് എന്ന് പറയുന്നതിന് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. കാരണം ഹിപ്നോസിസ് ആണ് പല റിലീജിയസ് സെൻറ്റേഴ്സും അവർ പോലും അറിയാതെ ഉപയോഗിക്കുന്നത്. ധ്യാനം റിട്രീറ്റ് സെൻറ്ററുകളിലൊക്കെ അവർ പോലും അറിയാതെ ഉപയോഗിക്കുന്നതാണ്. നമ്മളുടെ മനസ്സിനെ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്തെടുക്കുകയാണല്ലോ. കറക്റ്റ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാമിന് പോയെന്ന് വിചാരിച്ചു, 5 ദിവസം 6 ദിവസമൊക്കെ ആയിരിക്കും. അപ്പോൾ 5 ദിവസം 6 ദിവസം യു ആർ കംപ്ലീറ്റ്ലി ഇൻ എ സീൽഡ് റൂം. വേറെ തോട്ട്സ് ഇല്ല. യു ആർ ഫോക്കസിങ്. ആ സമയത്ത് നമ്മുടെ ഉപബോധ മനസ്സിലാണ് ഫുൾ ഇടുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നതെല്ലാം പോസിറ്റീവ് വൈബ്രേഷൻസ്, പോസിറ്റീവ് തോട്ട്സ്, ഫീലിങ്സ്. അത് സംഭവിക്കും. നമ്മുടെ വിശ്വാസമാണത്. പക്ഷെ നമ്മൾ അതിന് ഫോക്കസ്ഡും അല്ല, നമ്മൾ ഫുള്ളി ആ സിറ്റുവേഷനിൽ മാത്രമാണ്. അപ്പോൾ നമുക്ക് അത്ഭുതങ്ങൾ സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് നല്ലതല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ദാറ്റ് ഈസ് ഗുഡ്. അത് എല്ലാ റിലീജിയനിലും അങ്ങനെ തന്നെയല്ലേ? മോസ്റ്റ് ഓഫ് ദി റിലീജിയൻസ് അങ്ങനെ തന്നെയാണ്. നമുക്ക് അനുഭവമുള്ള റിലീജിയനുകളെല്ലാം അങ്ങനെയാണ്. അവിടെ വരുമ്പോഴാണ് ഹിപ്നോസിസ് എന്ന് പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വരുന്നത്. ഏറ്റവും കൂടുതൽ ഹിപ്നോസിസിനെ എതിർക്കുന്ന ഒരു റിലീജിയസ് വിഭാഗമാണ് ക്രിസ്ത്യൻസ്. ഞാനത് പറയാനുള്ള കാരണം വെച്ചാൽ ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പിയിൽ തെറാപ്യൂട്ടിക്കൽ ഹിപ്നോസിസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് പോപ്പ് പയസ് 12 മാർപ്പാപ്പയാണ്. സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ മാർപ്പാപ്പ ഇൻട്രൊഡ്യൂസ് ചെയ്ത സാധനമാണ് ഹിപ്നോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നെഗേറ്റ് ചെയ്യണമെന്നുള്ളത് അറിയില്ല. പലരും അതിനെപ്പറ്റി ഇത് പഴയതാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, പറ്റില്ല എന്ന് പറയുന്നതിൻ്റെ കാരണവും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എനിക്കത് ഹീൽ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റുന്ന കാര്യമാണ്. ആ ഇമോഷൻ നമുക്ക് എങ്ങനെയും പുറത്ത് കളയണം എന്നുള്ളൊരു തോന്നൽ വരാം. ആൻഡ് 3 areas ഓൺ ദ പീക്ക് now 80% അതിൻ്റെ ഇൻറ്റൻസിറ്റി ഇങ്ങനെ കൂടി വരും. പറയുന്ന സമയം വരുത്തേക്ക് ആ ഇമോഷൻ ഇങ്ങനെ പീക്കായിട്ട് വന്നുകൊണ്ടേയിരിക്കും. അതിൻ്റെ ഗ്രേഡ് കൂടും. ആൻഡ് നെഞ്ചിടിപ്പും ശ്വാസമെല്ലാം ഇങ്ങനെ ഫീൽ ചെയ്യുന്ന പോലെ ഫീൽ ഇറ്റ് ഗെറ്റിംഗ് മോർ ഇമോഷൻ. എനിക്ക് ഒരു കാര്യവും കൂടെ ഉണ്ട്. ഈ ജീസസ് ക്രൈസ്റ്റിനെ കാണാൻ പറ്റുമോ? ജീസസ് ക്രൈസ്റ്റിനെ കാണണോ? നോക്കാം. ടോട്ടലി റിലാക്സ്ഡ് ആൻഡ് ഇമാജിൻ. നൗ യു ഹാവ് ടു ഇമാജിൻ അബൌട്ട് യുവർ ഡ്രീം. ഭയങ്കര ബ്ലെസ്ഡ് ആണ് കാരണം ഇങ്ങനെ ഒരു മകളെ കിട്ടിയിട്ട്.